ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് എന്തൊരു ഹുങ്കാ വാസ്തവത്തിൽ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ ബന്ധത്തെയൊക്കെ നിർണ്ണയിക്കുന്ന രക്തമാണെന്നുള്ളത്. എന്നാലൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും ഈ രക്തബന്ധത്തെക്കാൾ ഭംഗിയുള്ള കർമ്മബന്ധങ്ങൾ ഭൂമിയിലുണ്ട്. വളരെ അഗാധമായ സൗഹൃദങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ വാക്ക് നമ്മുടെ ഉള്ളിൽ ഇന്ന് മുഴങ്ങേണ്ടത്. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തപസ്സിലെ 7 വാരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ 7 മൊഴികളെ നമ്മൾ ധ്യാന വിഷയമാക്കിയായിരുന്നു. ആദ്യത്തേത് നമുക്ക് മാപ്പുണ്ടെന്നുള്ള സുവിശേഷമാണ്. സ്വാഭാവികമായിട്ട് മാപ്പ് കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് നമ്മൾ. സെലിബ്രേറ്റ് യുവർ ഫൊർഗീവ്നെസ് വിത്ത് സയൻസ്. ഓരോ മാപ്പിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഒരാളും നഷ്ടമായിട്ടില്ല, യു ആർ നോട്ട് ലോസ്റ്റ്. രണ്ടാമത്തെ നമുക്കൊരു മോക്ഷപ്രാപ്തിയുണ്ട്. ഇഹത്തിലും പരത്തിലുമൊക്കെ ആ പദം വല്ലാതെ മുഴങ്ങുന്നുണ്ട്. ചാവറ കുര്യാക്കോസ് സേലാസിനൊക്കെ പറയുന്ന കണക്ക് ആ വീടിനെക്കുറിച്ച് പോലുള്ള സങ്കല്പം എന്താണ്? ആകാശം മോക്ഷം കണക്ക് ഒരു വീടെന്നൊക്കെയാണ് നല്ലപ്പൻ്റെ ചാവറിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഭൂമി കുറേ കൂടി സ്വർഗീയമാകും. നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട്, നിങ്ങൾ ഭവനത്തെ ഓർമ്മിച്ചുകൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾ പറയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ദാരിദ്ര്യം പോലും ഉണ്ടായിരുന്നു, പക്ഷെ വീട് സ്വർഗമായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ പർദീസ അനുഭവം എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വിചാരം എന്ന് പറയുന്നത് ഒരാളും അനാഥരല്ല, ഒറ്റയല്ല. അവിടുത്തെ ഏറ്റവും നല്ല സാന്ത്വനമൊഴി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല എന്ന് പറഞ്ഞ വാക്കാണ്. കുറച്ച് പ്രൊട്ടക്ഷനുള്ളവർക്ക്, കുറച്ച് ആ ജീവിതത്തിൻ്റെയൊക്കെ സൗഹൃദവും ബലമുള്ളവർക്കൊക്കെ ആ വാക്കിൻ്റെ മുഴക്കം ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾക്കൊരു അനാഥത്വം അനുഭവപ്പെടേണ്ടതുണ്ട്. ആ പഴയ പാട്ട് കണക്ക് സംടൈംസ് ഐ ഫീൽ ലൈക്ക് ആൻഡ് ഓഫൺ. അതൊരു മനുഷ്യൻ്റെ തലവരെയാണ്. ഏതെങ്കിലുമൊക്കെ ലൈഫിൻ്റെ ഒരു ജഞ്ചറിൽ അനാഥത്തിൻ്റെ കനൽ ശിരസിൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. നമുക്കറിയാം ദൈവത്തിന് മുകളിൽ നിന്നൊരു വീക്ഷണമുണ്ട്, ഒരു ഏരിയൽ എന്ന് വിശേഷിപ്പിക്കാനൊരു വീക്ഷണമുണ്ട്. മുകളിൽ നിന്ന് നോക്കുന്ന ദൈവം കാണുന്നത് ആ മനുഷ്യൻ്റെ അനാഥത്വമാണ്. അത് ഉൽപ്പത്തി തൊട്ട് അങ്ങനെയാണ്. ഒരുപക്ഷെ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഏറ്റവും പുരാതന ദുഃഖം എന്ന് പറയുന്നത് ഒറ്റയാണെന്ന് പറയുന്ന ദുഃഖമാണ്. മനുഷ്യൻ്റെ സൃഷ്ടി പോലും വാസ്തവത്തിൽ ആ ദൈവത്തിൻ്റെ ഏകാന്തിക്കുള്ള പരിഹാരമാണെന്നൊക്കെ പറയുന്ന കൗതുകമുള്ള ചില വിചാരങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ മനുഷ്യൻ്റെ ഏകാന്തത എന്ന് പറയുമ്പോൾ, മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തത എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ തൊട്ടുന്ന വേദപുസ്തകം പറയുക. അതുകൊണ്ടാണ് അയാൾക്ക് നല്ലൊരു കൂട്ടുകാരിയെ കൊടുത്തത്. ഞാൻ വിചാരിക്കുന്നു എല്ലാ ബന്ധങ്ങളും, എല്ലാ സൗഹൃദങ്ങളും, എല്ലാ പ്രണയങ്ങളും, എല്ലാ പരിണയങ്ങളും വാസ്തവത്തിൽ ഈ കൂട്ടുപോകുക എന്ന് പറഞ്ഞ് ഏകാന്തതയ്ക്ക് ഒരു ഉത്തരം കൊടുക്കുക എന്ന് പറയുന്ന, ഏകാന്തതയുടെ ശമനമാകുക എന്ന് പറയുന്ന ആ കുലീന ധർമ്മമാണ് നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഏകാന്തതയായിരുന്നു വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. പുതിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അതിനെക്കുറിച്ച് വളരെയേറെ ബോധവാനായിരുന്നു. ഓർമ്മിക്കണം, ശിഷ്യരെ ലോകത്തിൻ്റെ ആ വിദൂര ഇടങ്ങളിലേക്ക് അയക്കുമ്പോൾ, ഭൂമിയുടെ ആ വിദൂര ഭാഗങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ ആകപ്പാട് നിഷ്കർഷിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾ പോകുമ്പോൾ 2 പേര് വെച്ച് പോവുക. ഓർമ്മിക്കണം, അത്തരം ഒരു മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ വൈകാരികപരമായ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മുടെ കാലത്തിന് പോലും അത്ര ബോധമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ മാനവരാശി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് 100-200 വർഷം പോലും ആവുന്നില്ല. അപ്പോഴാണ് 12,000 വർഷം പഴക്കമുള്ളൊരു പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്, നിങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്, 2 പേര് വെച്ച് പോകാനാണ് പറയുന്നത്. 70 പേരെ വിട്ടപ്പോഴൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ 70 പേര് 70 ഇടങ്ങളിലേക്ക് പോയിട്ടുള്ളൂ, 35 ഇടങ്ങളിലേക്ക് പോയിട്ടുള്ളൂ. നമ്മുടെ ഒരു സാധാരണ യുക്തി, നമ്മുടെ ഒരു സാധാരണ കണക്കനുസരിച്ചിട്ട് 70 പേര് 70 ഇടങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് മിനിസ്ട്രി ആയിട്ട് മാറും. നിങ്ങൾ ഇഫക്റ്റീവ് ആകുക എന്നുള്ളതിനേക്കാൾ, നിങ്ങൾ വിജയിയാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ജൈത്രയാത്ര നടത്തുന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾക്കൊരു കൂട്ടുണ്ടായിരിക്കുക എന്നുള്ളതിന്. അത്രയും കൃത്യമായിട്ട് മനുഷ്യൻ്റെ ഏകാന്തതയിലേക്ക് ഇങ്ങനെ ഒരു പാളിയ നോട്ടം, സദാ പാളിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടം അവിടത്തേക്കുണ്ട്. ഈ ഒരു കുന്നിൻ മുകളിൽ കിടക്കുമ്പോഴും അവിടെ നിന്ന് 2 മനുഷ്യരുടെ ഏകാന്തതയിലേക്കാണ് നോക്കുന്നത്. നന്നായിട്ട് കാണാൻ പറ്റും അവരുടെ ഏകാന്തത. ഒന്ന് യോഹന്നാൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരർത്ഥത്തിൽ, കേവല അർത്ഥത്തിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് നിറയെ ബന്ധുജലമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, അയാളുടെ അമ്മ ഈ കുരിശിൻ്റെ ചോട്ടിൽ നിൽപ്പുണ്ട്, അയാളുടെ ഒരു സഹോദരൻ ഈ ശിശു സമൂഹത്തിൽ തന്നെ ഉണ്ട്, പിന്നെ 10ഓളം ചങ്ങാതിമാർ വേറെയുണ്ട്. എന്നിട്ടും
ഇത്രയുമൊക്കെ ബന്ധുബലവും ഇത്രയുമൊക്കെ സൗഹൃദമുള്ള ഈ മനുഷ്യൻ നമ്മുടെ കാലത്തിലൊക്കെ ഉള്ള ചില ചെറുപ്പക്കാരെ കണക്ക് ഒറ്റയായിട്ട് തന്നെ തോന്നുക. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെയാണല്ലോ ഹുങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് 1000 ചങ്ങാതി വരക്കെന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ അത്ര ഒരു പ്രധാനപ്പെട്ട വാർത്തയല്ല. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിനകത്ത് അയാളോടൊപ്പം എത്ര പേരുണ്ടായിരിക്കും? അയാൾ ശരിക്കും ഈ കൂട്ടിപ്പെട്ട മനുഷ്യനാണോ? എന്തൊരു വിഷമം പിടിക്കുന്ന, എന്തൊരു പ്രശ്നത്തെ കുറേ കൂടി സങ്കീർണമാക്കുന്നൊരു വിചാരമാണ് അത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ ഏകാഗിയാകുന്ന മനുഷ്യൻ. പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങളല്ല ഏകാന്തയുടെ കാരണങ്ങളെന്ന് പറയുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ആ ഒരു ജീവിതശൈലിയിലേക്ക്, അവൻ്റെ ജീവിത പദങ്ങളിലേക്ക് ഏകാന്തത ഇങ്ങനെ ഇൻട്രൂഡറായിട്ട് പ്രവേശിച്ചതിനെക്കുറിച്ച് ഇന്നോളം കാര്യമായിട്ട് പഠനങ്ങളോ ഗവേഷണങ്ങളോ നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇന്നോളം കാര്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന സ്ത്രീ എല്ലാ അർത്ഥത്തിലും ഏകാഗിയായ സ്ത്രീയാണ്. നമുക്കറിയാം, ഏക മകനാണ്. ഏതാനും മണിക്കൂറുകൾക്കിടയിൽ ഇങ്ങനെ വല്യവായിൽ നിലവിളിച്ച് കടന്നു പോകാനായിട്ട് പോകുന്നത്. അമ്മയുടെ ആകപ്പാടുള്ള ആ സ്വപ്നമാണ് അവനെന്ന് പറയുന്നത്. അമ്മ ഓൾറെഡി വിധവയാണെന്നാണ് പാരമ്പര്യം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരുമില്ലാത്തൊരു സ്ത്രീ, എല്ലാവരുമുള്ള യോഹന്നാനും ആരുമില്ലാത്ത ഈ സ്ത്രീയും തമ്മിൽ കണക്റ്റഡ് ആവുമെന്ന് പറയുന്ന രണ്ടുപേരും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഏകാന്തതയുടെ ഒരു വല്ലാത്തൊരു കനൽ കിടപ്പുണ്ട്. അവരോട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളിനി ഒരുമിച്ച് യാത്ര ചെയ്യണം. ഈ ഒരു അമ്മയോട് പറയുകയാണ്, അമ്മ ഇതാണ് നിൻ്റെ മകൻ. ആ ചെറുപ്പക്കാരനോട് പറയുന്നു, ഇതാണ് നിൻ്റെ അമ്മ. ഒരു പുതിയ ഒരു ദത്ത് ആരംഭിക്കുക. വാസ്തവത്തിൽ ഉദയമെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ദത്തിൻ്റെ കൾച്ചറാണെന്നൊക്കെ ഉള്ള നിരീക്ഷണമുണ്ട്. ഒരു ഹിസ്റ്ററി ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആരംഭിക്കുന്നതിന് നമുക്കറിയാം, തൻ്റേതല്ലാത്തൊരു മകനെ ജോസഫ് എന്ന് പറയുന്ന അച്ഛൻ സ്വീകരിക്കുന്ന വഴിയായിട്ട്. അടുത്തിടെ നമ്മൾ കാണുന്ന ചില ചിത്രങ്ങളിലൊക്കെ ഇത്തരം ഭംഗിയുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും കാണേണ്ട ഒരു പടമെന്ന് പറയുന്നത് ഈ ഷോപ്പ് ലിഫ്റ്റർ എന്ന് പറഞ്ഞ പടമാണ്. വളരെ ഇൻറ്റിമേറ്റായിട്ട് തോന്നുന്ന ഒരു കുടുംബം കണക്ക് തോന്നുന്ന ഒരു ഇതിലാണ് ചിത്രം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ സിനിമ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യർ ഏതൊരു വീടിനേക്കാളും അടുപ്പത്തിലും ഇഴയടുപ്പത്തിലും ഇൻറ്റിമേറ്റുമൊക്കെ ആയിട്ട് വർത്തിക്കുന്ന, വളരെ കണ്ണ് നിറയിക്കുന്നൊരു ചിത്രമാണ് ഈ ഷോപ്പ് ലിഫ്റ്റർ എന്ന് പറയുക. പിന്നെ വേറെയും ചില ചിത്രങ്ങളൊക്കെ ഇതേ ജോണറിൽ ഇതേ ശൈലിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ബന്ധുത്വ സംസ്കാരത്തിൻ്റെ ഒക്കെ ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സൂചന ആരംഭിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആരംഭത്തോടുകൂടിയാണ്. അത് അവസാനിക്കുന്നത് അങ്ങനെ തന്നെ. ഇന്ന് വരെ അപരിചിതരായ 2 മനുഷ്യരാണ്. ഇന്ന് വരെ ഇങ്ങനെ ഒരു തരത്തിലും കണക്റ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത 2 വ്യക്തികളോട് പറയുകയാണ്, ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് എന്തൊരു ഹുങ്കാ വാസ്തവത്തിലാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ ബന്ധത്തെയൊക്കെ നിർണ്ണയിക്കുന്ന രക്തമാണെന്നുള്ളത്. എന്നാലൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും, ഈ രക്തബന്ധത്തെക്കാൾ ഭംഗിയുള്ള കർമ്മബന്ധങ്ങൾ ഭൂമിയിലുണ്ട്. വളരെ അഗാധമായ സൗഹൃദങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ വാക്ക് നമ്മുടെ ഉള്ളിൽ ഇന്ന് മുഴങ്ങേണ്ടത്. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്നൊക്കെ പറയുന്ന ആ വാക്ക് മൈത്രിയുടെ സുവിശേഷമാണ് അവിടുന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. നോയമ്പ് കാലം എന്ന് പറയുന്നത് കൂട്ടുകാരെ പോയി കാണാനുള്ള ഒരു ആശ്രമത്തിൽ, ഞങ്ങൾ തന്നെ ഒരു ആശ്രമത്തിലാണ് ഞാനും എൻ്റെ ഒരു സ്നേഹിതനായ അല്ലെങ്കിൽ എൻ്റെ ബ്രദറായിട്ടുള്ള ജോസുരേഷ് എന്ന് പറഞ്ഞ അച്ഛനും വന്ന് നിൽക്കുന്നത്. അസലി ഇത് വളരെ നോയമ്പിലൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ആശ്രമത്തിൽ വന്ന് സഹോദരന്മാരെ കാണുക, അവരോടൊപ്പം വെറുതെ കൊച്ചു വർത്തമാനങ്ങളും കൗതുകങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലും ഒരു നോയമ്പിൻ്റെ നല്ലൊരു ഹോംവർക്കാണ് വാസ്തവത്തിൽ. നോയമ്പിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ ആദ്യം ഒന്ന് മാറ്റിയാൽ നല്ലത്. നമ്മൾ വിചാരിക്കുന്ന നോയമ്പെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വളരെ വിഷാദത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ള വളരെ മെലങ്കോളിക്കായ ചില വിചാരങ്ങൾക്ക് വേണ്ടിയുള്ള കാലമാണെന്നുള്ളത്. നോയമ്പ് വാസ്തവത്തിൽ നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ച കണക്ക് അതിൻ്റെ എത്തിമോളജിയിൽ ലെൻഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് ഇവിടെ നിൽക്കുന്ന ഈ പൂക്കളെ കണക്ക് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഈ നോയമ്പ് കാലത്ത് സംഭവിക്കണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ മൈത്രി എന്ന് പറഞ്ഞൊരു വിചാരത്തിന് ഈ ഒരാഴ്ച കുറേ കൂടി ശ്രദ്ധ കൊടുത്താൽ നല്ലതാണ്. ഇതുമാത്രം ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ഒരുപക്ഷേ യേശു അഷ്വർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ അനുഗമിക്കാനായിട്ട് തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു അവരോട് പറയുന്ന മുഴുവൻ ഈ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമാണ്. എന്തൊക്കെയാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്ന അപമാനം, എന്തുമാത്രം ക്ലേശങ്ങളിൽ അവർ കടന്നു പോകും. പക്ഷേ വളരെ ഭംഗിയുള്ളൊരു ബോണസായൊരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ നാമത്തെ പ്രതി ബന്ധങ്ങൾ ഉപേക്ഷിച്ചവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് ബന്ധങ്ങൾ കിട്ടും. ഏതെങ്കിലും തരത്തിൽ ഈ സമർപ്പിത ജീവിതത്തിൽ ഏർപ്പെട്ടവർക്ക്, സുവിശേഷ ജീവിതത്തിൽ ഏർപ്പെട്ടവർക്ക്, ആ സർഗപ്രക്രിയയിൽ ഏർപ്പെട്ടവർക്ക്, ആ ഭൂമിയുടെ ആ ഭാവിയെക്കുറിച്ച് വ്യാകൃതമുള്ള മനുഷ്യർക്കൊക്കെ നന്നായിട്ട് അറിയാം. അവർക്കൊക്കെ എന്തുമാത്രം ബന്ധങ്ങളെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ
ആ ബന്ധങ്ങളുടെ ഒരാഘോഷമായിട്ട് ഈ നോയമ്പ് നാളുകളെ കണക്കിലെടുക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണെന്ന് കൂടി ഒരു വിചാരം മനസ്സിലുണ്ടാവട്ടെ. ബുദ്ധപാരമ്പര്യങ്ങളിൽ മൈത്ര എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഈ ചെറിയ പ്രായം തൊട്ട് വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത് അതിങ്ങനെ യേശുവിന് വേണ്ടിയുള്ളൊരു പര്യായമാണ്. അതങ്ങനെ തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെയാണോ ആ ധർമ്മം അതിനെ പരിചയപ്പെടുത്തുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഒരു വാക്ക് വല്ലാത്ത മുഴക്കമുണ്ടാകുന്നു. ഒടുവിൽ വരുന്ന ആളുടെ പേര് മൈത്ര എന്നായിരിക്കും. ഭൂമിയുടെ മിത്രബോധത്തെ കുറിച്ച് പറയുന്ന ഒരാൾ, ഭൂമിയുടെ മൈത്രി ഉണർത്താനായിട്ട് വന്ന ഒരു ആളെന്ന നിലയിൽ ഇങ്ങനെ യേശുവിനെ കൂടുതൽ പരിചയപ്പെടുകയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടൊക്കെ ഒരു വൈകിയ മുഹൂർത്തമായതാണ്. ഭൂമിയുടെ സൗഹൃദത്തെക്കുറിച്ച് മാത്രമായിരുന്നു അവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതിനെന്തുമാത്രം മൂല്യം കൽപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെ നിലയിൽ പരാമർശിക്കപ്പെടുന്ന ഒരാൾ ലാസറാണ്. വാസ്തവത്തിൽ വേറെയും കൂട്ടുകാരൊക്കെ ഉണ്ടാവാം. പക്ഷേ ലാസറിനെ പരാമർശിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ലാസർ യേശുവിൻ്റെ കൂട്ടുകാരൻ നിലയിലാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. ലാസറിൻ്റെ കുഴിമാടത്തിൽ വെച്ച് യേശു കരഞ്ഞതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നത് നമ്മൾ കുറച്ച് അതിൻ്റെ ഇമോഷൻസ് മുഴുവൻ ഇങ്ങനെ സ്ക്യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അവിടുന്ന് കണ്ണീർ വാഴ്ത്തു എന്നൊക്കെ പറഞ്ഞ് കണ്ണീർ വാർത്തു. ഫസ്റ്റിൽ അതിൻ്റെ ഒരു ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഹെൽഡെന്നാണ്. അവൻ അലമുറയിട്ട് നിലവിളിച്ചെന്നാണ് പറയുന്നത്. അത്രയും ഇങ്ങനെ ചങ്ങാത്തത്തിന് വേണ്ടിയും ആ ചങ്ങാതിയുടെ ആബ്സെൻസിലും ചങ്ങാതിയുടെ സാന്നിധ്യത്തിനുമൊക്കെ മൂല്യം കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ അവൻ അത്രയും അലമുറയിട്ട് വിളിച്ച കണ്ടുകൊണ്ടാണ് ആൾക്കൂട്ടം പറയുന്നത്, നോക്കൂ അവൻ എത്രയാണ് അവനെ സ്നേഹിച്ചെന്ന്. ഒരു പ്രണയം കണക്ക് ദാമ്പത്യം കണക്കൊക്കെ നമ്മൾ മൂല്യം കൊടുക്കേണ്ട ഒന്ന് ഈ കൂട്ടുകൂടിയാണ്, സൗഹൃദമാണ്. കൂട്ടിന് കുറേ കൂടി മൂല്യം കൊടുത്ത് മുമ്പോട്ട് പോയത് കൊണ്ടായിരിക്കണം അവിടുന്ന് എൻ്റെ കഷ്ടരാത്രിയുടെ ആ ഒരു മണിക്കൂറിൽ ആഗ്രഹിച്ച സാന്നിധ്യം മാത്രമായിരുന്നു. ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, ഇത് പാനപാത്രങ്ങളുടെ രാത്രിയാണ്. എന്നോടൊപ്പം ഉണർന്നിരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഏത് പാനപാത്രം കുടിക്കാനാവും. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചും കുറച്ച് കോഷൻ ചെയ്തുമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഓരോ ആവർത്തി പുറത്തേക്ക് വരുമ്പോഴും അവിടുത്തെ ആ സ്നേഹിതരിങ്ങനെ ഉറക്കത്തില്ല. പിന്നെ അതിൻ്റെ പാട്ടിന് വിട്ടുകൊണ്ട് അവിടുന്ന് വീണ്ടും തോട്ടത്തിലേക്ക് പോകുന്നതായിട്ട് വേദപുസ്തകം നമ്മൾ വായിച്ചെടുക്കുക. എന്നോട് പറയുന്നൊരു വ്യഥയുണ്ട്. വാസ്തവം 1 മണിക്കൂർ നിങ്ങൾക്ക് എന്നോടൊപ്പം എന്തുകൊണ്ട് ഉണർന്നിരിക്കാനാവില്ല. ഓർമ്മിക്കണം, ഇതേ അപ്പോസ്തലന്മാർ നമ്മൾ ഇതിനു മുമ്പ് കാണുന്നത് ഈ താബോറിൽ രൂപാന്തരീകരണ സമയത്താണ്. അവിടെ വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, നിദ്രാവിവശരായിരുന്നിട്ട് അവർ ഉണർന്നതിന് അവൻ്റെ മഹത്വം കണ്ടു. ഒരുപക്ഷെ ആ സൗഹൃദങ്ങളുടെയൊക്കെ മുകളിൽ ഈ തലമുടി നാലിൽ കെട്ടപ്പെട്ടൊരു വാളിതാണ്, ഈ മഹത്വത്തിൻ്റെ താബോറുകളിൽ നമ്മളോട് പുണർന്നിരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകും. എന്നാൽ പാനപാത്രങ്ങളുടെ ഗസമല്ല, ദുഃഖത്തിൻ്റെ ആ ഒരു താഴ്വരയിൽ നാഴികയിലൊക്കെ എപ്പോഴും അങ്ങനെ ഒരു ബലം വേണമെന്നില്ല. അവിടെ വെച്ചാണ് വാസ്തവത്തിൽ യഥാർത്ഥ ചങ്ങാതിമാരെ നമ്മൾ തിരിച്ചറിയുന്നത്. ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറായിട്ടുള്ള കുറച്ചധികം നല്ല മനുഷ്യരുണ്ട്. അവർ നമ്മളെ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല, ഒരപമാനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നില്ല, പരമാവധി നമ്മളെ പൊതിയുന്നുണ്ട്. വാസ്തവത്തിൽ നോയമ്പിൻ്റെ ദിനങ്ങളിൽ കണ്ണ് നനയ്ക്കുന്നത് യേശുവിൻ്റെ സ്നേഹം ഓർത്തിട്ട് മാത്രമല്ല, യേശു ഈ സ്നേഹം ആരിലൂടെയൊക്കെയാണ് നമ്മളിലേക്ക് നൽകാൻ തയ്യാറായെന്നൊക്കെ ഓർക്കുമ്പോഴാണ്. അവിടുന്ന് അനാഥരായി നിങ്ങൾ വിടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടുന്ന് തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കൈപിടിച്ച് മുമ്പോട്ട് പോകേണ്ടെന്ന അർത്ഥത്തിലല്ല. ഈ ഭൂമിയിലുള്ള ഓരോന്നും പറയുന്നത് ഇതാണ്, നിങ്ങൾ അനാഥരായി വിടില്ല. ഈ പ്രകൃതി പോലും പറയുന്നത് നിങ്ങൾ അനാഥരായി വിടില്ല. നിങ്ങൾ വളർത്തുന്ന ഒരു നായ പറയുന്നത്, നിങ്ങളുടെ മടിത്തലിരിക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞ് പോലും പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ലെന്നാണ് പറയുന്നത്. ഭൂമിയുടെ അനാഥത്വമാണ് അവിടുത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നം. അതുകൊണ്ട് ആ അനാഥത്തിന് ശമനം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ സുവിശേഷം. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരുടെ ശ്രദ്ധ കുറേ കൂടി ഏകാഗ്രമാകുന്ന കൺവേർജ് ചെയ്യുന്നൊരു കാലമായത്. ഒത്തിരി നന്മയിലേക്ക് മനുഷ്യർ അവരിലേക്ക് കൈനീട്ടുന്നൊരു കാലം കൂടിയായത്. എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങളുടെ ഒക്കെ ഒരു ആരംഭത്തിൽ ഒരു പ്രോട്ടോടൈപ്പ് എന്ന നിലയിലെങ്കിൽ ഈ ഭാഗത്തെ വായിച്ചാൽ നല്ലതാണ്. ആ ദിവസം തൊട്ട് വിധവയായ മകൻ മരിച്ച ഈ സ്ത്രീയെ യോഹന്നാൻ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അമേരിക്കയിൽ ഒരു റോസിസ് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു നോ പ്രോഫിറ്റ് ഒരു സംരംഭമുണ്ട്. 1974 ബോസ്റ്റണിൽ ആരംഭിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ വീടിനകത്ത് പ്രതിസന്ധികളുള്ള സ്ത്രീകൾക്ക്, വീടിനകത്ത് സംഘർഷങ്ങളിലൂടെ കടന്നുപോയ സ്ത്രീകൾക്ക് അവർക്ക് പോകാനായിട്ട് ഇടവില്ല. ചിലപ്പോൾ ഓർക്കുന്നു
ഇത്തരം രാജ്യങ്ങളിൽ നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലാണ്. നമുക്കൊരു ദാമ്പത്യത്തിനകത്തൊരു വിള്ളലുണ്ടാകുമ്പോൾ ഒരു തർക്കമുണ്ടാകാനായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങളുടെ വീടുണ്ട്. എന്നാൽ വിദേശങ്ങളിൽ അത്ര ഒരു വീടില്ല. കാരണം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വീടിനകത്ത് നിന്ന് ഡീലിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അവർക്ക് പോകാനായിട്ടൊരു ഇടമില്ല. അങ്ങനെ പോകാനായിട്ട് ഇടമില്ലാത്ത ഈ സ്ത്രീകൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ റോസിസ് പ്ലേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒത്തിരി തുടർച്ചകൾ പലയിടങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു കൃത്യമായ ഈ സുവിശേഷ സൂചനയിൽ നിന്നാണ്. ആരുമില്ലാത്ത ചിലർക്ക് വേണ്ടി ഇടമൊരുക്കുന്ന ചില മനുഷ്യർ ഇനിയും ഉണ്ടാവും. നമുക്കറിയാം, ഏകാന്തതയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ജീവിതത്തെ അവിടുന്ന് വിധിക്കാൻ പോവുക. അവിടുന്ന് പറയുന്നുള്ളൂ, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ഒടുവിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഇടം നൽകി. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു. രോഗാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഏകാന്തതയുടെ സെനിത്താണ് വാസ്തവത്തിൽ. നിങ്ങൾ വല്ലാതെ നിങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ഒരു കിടക്കേക്കാൾ ചെറുതായി പോകുന്ന ഒരു കാലമാണ് അത്. അപ്പോൾ നിങ്ങളെന്നെ സന്ദർശിച്ചു. പിന്നെ പറഞ്ഞ എന്താണ്? തടവറ സന്ദർശനത്തെക്കുറിച്ചാണ്. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. അപ്പോൾ 6 ചോദ്യങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവൻ്റെ അന്ത്യനാഴികയിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ 4 ചോദ്യങ്ങളുടെയും സാരാംശം ഇതാണ്: മനുഷ്യൻ്റെ ഏകാന്തതയ്ക്ക് നിങ്ങളെന്ത് പരിഹാരം ചെയ്തു? നിങ്ങളൊരു അടുത്ത കാലത്തായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്പർശിച്ചിട്ടുണ്ടോ? അമേരിക്കയിൽ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നുണ്ട്, ഹഗ്ഗിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. രാധ അഗർവാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ബിലോങ് എന്ന് പറഞ്ഞൊരു പുസ്തകം കണ്ടെത്തി വായിച്ചാൽ നല്ലതാണ്. അതിനകത്ത് ഒക്കെ സൂചിപ്പിക്കുന്ന എങ്ങനെയാണ് ഒരു സ്പർശനം എന്ന് പറഞ്ഞൊരു സാധ്യത പോലും ഇത്തരം രാജ്യങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഒരു കോൺവെർസേഷനിടയിൽ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ നീളുന്നൊരു കോൺവെർസേഷൻ ഇടയിൽ പോലും ഒരു അമേരിക്കയിലൊരു വ്യക്തി ഈ പരസ്പരം തൊടുക എന്ന് പറയുന്നത് അപൂർവമാണ്, അല്ലെങ്കിൽ പരമാവധി തൊടുന്ന ഒരു പ്രാവശ്യം എന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ദാരിദ്ര്യം പിടിച്ച ചില നാടുകളൊക്കെ ഉണ്ട്, മെക്സിക്കോ എന്നൊക്കെ പറയുന്നു. അതിനകത്തൊക്കെ പറയുന്നത് ഓരോ 10 മിനിറ്റ് ഇടയിൽ ഒരു 15 പ്രാവശ്യങ്ങൾ തൊട്ടുണ്ടാകുമെന്ന് പറയാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വിട്ടുകളയുക, കണക്കുകൾ വിട്ടുകളയുക. പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു ആശയമുണ്ട് വാസ്തവത്തിൽ. മനുഷ്യർ ഭേദപ്പെട്ട ജീവിതക്രമങ്ങളിലേക്ക് വരുമ്പോൾ, കുറേ കൂടി ജീവിതം പുരോഗമിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ചില സംവേദനങ്ങൾ പോലും സംഭവിക്കുന്നില്ല. സ്പർശിക്കാനുള്ള സാധ്യതകൾ പോലും ഇങ്ങനെ കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് ചിലരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് പറയാനായിട്ട് പറ്റണം, യു ബിലോങ് ടു മീ, നിങ്ങൾ എൻ്റേതാണ്. ഈ ദിവസം തൊട്ട് എൻ്റെ ഹൃദയത്തിനും ഭവനത്തിലും ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കും സ്തുതിയായിരിക്കട്ടെ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.